എന്താ ലഭിക്കുന്നത്? വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ യമനിൽ നിന്നുള്ള മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഈ ഇരയുടെ കുടുംബം അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നിര്യാതനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം അക്കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചെലവഴിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ കുടുംബ തത്വത്തിൽ തയ്യാറായിരിക്കുകയാണ്. ഒരു ഔദ്യോഗികമായ ഒരു തീരുമാനം ഇപ്പോൾ അറിയാൻ പറ്റും. കാര്യം കേന്ദ്ര സർക്കാർ അടക്കം ഇപ്പോൾ പറയുന്നത് അങ്ങനൊരു ഇൻഡിവിജ്വൽ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഞങ്ങൾക്ക് തരാൻ സാധിക്കുക നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാറും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും മർക്കസും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അവിടുത്തെ സൂഫി പണ്ഡിതന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇത് ഔദ്യോഗിക തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടല്ല, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളല്ല. ഞങ്ങൾക്ക് തരാൻ സാധിക്കുക ഞങ്ങളുടെ നെഗോഷിയേറ്റർമാരിൽ നിന്ന്, ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തത്വത്തിൽ വധശിക്ഷ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ അവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് പോലെ തന്നെ തലാലിന് നീതി ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ആക്ഷൻ കൗൺസിലുണ്ട്. അതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന സർഫാൻ എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾ, അദ്ദേഹം ഇന്നലെ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഫേസ്ബുക്കിനകത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നുള്ള സ്ഥിരീകരണം അനൗദ്യോഗികമായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് സ്വാഭാവികമായും നയതന്ത്ര തലത്തിലാണ്. അതിന് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. കൂടുതൽ കാര്യങ്ങൾക്കകത്ത് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രാഥമികമായി ആശ്വാസകരമായ ഒരു വാർത്ത ഞങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തലാലിൻ്റെ സഹോദരനിൽ നിന്ന് കടപ്പം കൂടിയ നിലപാട് അയഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ തലാലിൻ്റെ സഹോദരൻ്റെ നിലപാടുകൾ അദ്ദേഹം പലതവണ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ മാധ്യമങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കകത്ത് എടുക്കുന്നുണ്ട്. എല്ലാ നിലപാടുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അതിനെ ആദരപൂർവ്വം കാണുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ തത്വത്തിൽ കുടുംബത്തെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ ഈ തീരുമാനങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഈ വിഷയത്തിൽ? കേന്ദ്ര സർക്കാർ ഞങ്ങൾ നേരത്തെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി ചോദിച്ചിരുന്നു, യാത്രാനുമതി ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു, ലിസ്റ്റ് കൊടുത്തിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ് അത്തരം വിശദാംശങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഭാരവാഹിയുടെ ഒപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാരവാഹികളുടെ കൂടി ഒപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായൊരു വിവരവും ലഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഈ തീരുമാനവും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഈ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലൊരു സംഘത്തെ അയക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പോസിറ്റീവായി തീരുമാനിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തപ്പോൾ ഉണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്. ഇനി കോടതി എപ്പോഴായിരിക്കും കേസ് പരിഗണിക്കുക? അങ്ങനെ കോടതി നടപടികൾ ഇനി കോടതി കേസ് പരിഗണിക്കുന്നത് 14-ാം തീയതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അടിയന്തരമായ സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇപ്പോൾ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് കാത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് വേണ്ടി. ഞങ്ങൾ ശനിയാഴ്ച കൊടുത്തു, പിന്നെ ഞായറാഴ്ച അവധിയായതുകൊണ്ട് ഇന്നലെ തീരുമാനമെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായത്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. ഇത് നോക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഡിലേ വരികയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും അടിയന്തരമായി കോടതിയെ സമീപിക്കും. ഈ തലാൽ ആക്ഷൻ കൗൺസിലുമായി നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ? അല്ല, നമ്മൾ ഔദ്യോഗികമായി ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. അത് അവിടെയുള്ള ചർച്ച ചെയ്യുന്ന ആളുകൾ, അവിടെയുള്ള വ്യക്തികളും സംഘടനകളൊക്കെയാണ് അവരുമായി ചർച്ചകൾ നടത്തുന്നത്. അതിൻ്റെ ചർച്ചകൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ നിര്യാതനം കൊടുക്കുന്ന അതിനുള്ളൊരു ഫണ്ട് സ്വരൂപിക്കുന്നത് എങ്ങനെയായിരിക്കും? അത് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അത്തരത്തിൽ